നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായം അതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരയേ നമ സ്വാമിയേ ശരണമയ്യപ്പ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലീലോഭനീയം. പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം. താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈഃ. ആവീതം നാരദാദ്യൈഃ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച. ഹരേ നമ സ്വാമിയേ ശരണമയ്യപ്പ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണീയ പഠനത്തിൽ ഇന്ന് നാരായണീയ പാഠം 62 ആണ് പഠിക്കുന്നത്. ദശകം 21 വരുഷദ്വീപ വിവരണം. നമുക്ക് ഈ ദശകമാണ് പഠിക്കേണ്ടത്. ശ്രദ്ധയോടുകൂടി പഠിക്കാം. കഴിഞ്ഞ ദശകത്തില് 20ാമത്തെ ദശകത്തില് ഋഷഭ യോഗീശ്വരന്റെ ചരിത്രം ചുരുക്കിയിട്ട് പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിലുള്ള ഭദ്രകാളി പ്രാദുർഭാവം, അതിനു മുമ്പായിട്ടുള്ള ഋഷഭദേവന്റെ ഉപദേശം, ജഡഭരതന്റെ ചരിത്രമൊക്കെ വളരെ ചുരുക്കിയിട്ട് കഴിഞ്ഞ ദശകത്തില് പറഞ്ഞു. ഭദ്രകാളി പ്രാദുർഭാവമൊന്നും സ്മരിച്ചിട്ടില്ല.
ഇതിൽ ഭാരതവർഷം മുതലായ 9 വർഷങ്ങളുടെ ഖണ്ഡങ്ങളുടെയും പ്ലക്ഷം തുടങ്ങിയ 7 ദ്വീപുകളുടെയും പ്രസ്താവമാണ് വർണ്ണിക്കുന്നത്. ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തില്, പഞ്ചമസ്കന്ധത്തില് 16 മുതൽക്കുള്ള 5 അധ്യായങ്ങൾ കൊണ്ട്, 21 വരെയുള്ള 5 അധ്യായങ്ങൾ കൊണ്ട് ഭൂമണ്ഡല സന്നിവേശം സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് 21-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭൂമണ്ഡലത്തിന്റെ കിടപ്പ് എത്രത്തോളം മാത്രമാണ് എന്ന് പ്രസ്തുത പ്രതിപാദനത്തിൽ പറയുന്ന ഉപസംഹരിക്കുന്ന രംഗം, അതൊക്കെ നമുക്ക് ഇവിടെ ചുരുക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരുന്ന രംഗമാണ് ഈ ദശകം. ശ്രദ്ധയോടുകൂടി നമുക്ക് കേൾക്കാം. ദശകം 21 വരുഷദ്വീപ വിവരണം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭി സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. മധ്യോദ്ഭവേ ഭുവ ഇളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഭുവമധ്യോദ്ഭവേ ഇളാവൃതനാംനി, ഭുവമധ്യോദ്ഭവേ ഇളാവൃതനാംനി, ഭൂമിയുടെ മധ്യപ്രദേശം ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള, ഭൂമിയുടെ ഒത്ത നടുക്കുള്ള ഇളാവൃതം എന്നുപേരായ ഭുവ മധ്യോദ്ഭവേ ഇളാവൃതനാംനി, ഭൂമിയുടെ അതായത് ഒത്ത നടുക്കായിട്ടുള്ള ഇളാവൃതം എന്നുപേരായ ഗൗരീ പ്രധാന വനിതാജന മാത്രഭാജി, ശ്രീ പാർവതിയാകുന്ന നായികയോടുകൂടിയ സ്ത്രീജനങ്ങൾക്ക് മാത്രമുള്ള വരുഷേ, വരുഷത്തിൽ, വരുഷത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡത്തിൽ, ഭൂവിഭാഗത്തിൽ എന്നാണ് അർത്ഥം. വരുഷം എന്ന് പറഞ്ഞാൽ ഇത് വർഷം എന്നും പറയാറുണ്ട് സാധാരണ. പക്ഷെ പഴയ സമ്പ്രദായ പ്രകാരം വരുഷം, ഹരുഷം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ വരുഷേ, വരുഷത്തിൽ, വരുഷം എന്ന് പറഞ്ഞാൽ മഴ എന്നുള്ള വരുഷം അല്ല, അല്ലെങ്കിൽ പ്രവാഹം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഖണ്ഡം, ഭൂവിഭാഗം, രാജ്യം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഭൂഖണ്ഡത്തില് വരുഷേ, ഈ ഭൂഖണ്ഡത്തിൽ, ഏത് ഭൂഖണ്ഡത്തില്? ഇളാവൃതം എന്നു പേരായ ഭൂഖണ്ഡത്തില് ശർവേണ മന്ത്രമുദിഭി സമുപാസ്യമാനം, ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും നന്നായിട്ട് സേവിച്ചു പോരുന്ന സംഘർഷണാത്മകം അധീശ്വര ത്വാം സംശ്രയേ, സംഘർഷണമൂർത്തിയായ സ്വാമിൻ അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചുകൊള്ളുന്നു. അപ്പോ ഇളാവൃതം എന്ന ഈ പുണ്യദേശത്തില്, ഭൂമിയുടെ മധ്യത്തിലുള്ള ഇളാവൃതം എന്ന പുണ്യദേശത്തില് ആരാണ്? സംഘർഷണൻ. സംഘർഷണൻ ആരാണ്? ബലരാമൻ. സംഘർഷണനെ നമ്മളിവിടെ പറയുന്നത് ബലരാമൻ ആയിട്ടാണ്. സംഘർഷണൻ തന്നെയാണ് ബലരാമൻ. ഇളാവൃതത്തില് ബലരാമൻ അർദ്ധനാരീശ്വരനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കുറെ സ്ത്രീകളും മാത്രമേ അവിടെ ഉള്ളൂ. അർദ്ധനാരീശ്വരനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കുറെ സ്ത്രീകളും മാത്രമേ അവിടെ ഉള്ളൂ. എവിടെ? ഇളാവൃതത്തില്. അങ്ങനെയുള്ള ആ ഇളാവൃതം എന്ന പുണ്യദേശത്തില്, ഭൂവിഭാഗത്തില് സംഘർഷണനാണ് വരുഷനാഥൻ.
അതായത് ഉപാസ്യദേവൻ സംഘർഷനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആരെയാണോ ആരാധിക്കുന്നത്, ഉപാസിക്കുന്നത്, അത് സംഘർഷണമൂർത്തിയെയാണ് ഉപാസിക്കുന്നത്. ഉപാസന ചെയ്യുന്നത് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സംഘർഷണ മൂർത്തിയെ ഉപാസിക്കുന്നത് ആരാണ്? ശ്രീ പരമേശ്വരനാണ്. ഇവിടെ ഓരോന്നുമായിട്ട് നമ്മൾ ഓർമ്മിക്കണം. ശ്രീ പരമേശ്വരനാണ് ആരെ ഉപാസിക്കുന്നത്? സംഘർഷണ മൂർത്തിയെ ഉപാസിക്കുന്നത്. ഈ ശ്ലോകം ശ്രദ്ധയോടുകൂടി 2 തവണ നമുക്ക് ചൊല്ലി സമർപ്പിക്കാം. മധ്യോദ്ഭവേ ഭുവയിളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാചന മാത്രഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഒരിക്കൽ കൂടി ചൊല്ലാം. മധ്യോത്ഭവേ ഭുവയിളാവൃതനാംനി വർഷേ ഗൗരീ പ്രധാന വനിതാജനമാത്രഭാജി ശർവേണ മന്ത്രനുദിഭിഃ സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. അടുത്ത ശ്ലോകം ഭദ്രാശ്വനാമകയിളാവൃതപൂർവവർഷേ ഭദ്രശ്രവോഭിഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമകയിളാവൃതപൂർവവർഷേ ഭദ്രശ്രവോഭിഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ഭദ്രാശ്വവരുഷത്തെ കുറിച്ചാണ്. ഇളാവൃതത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഭദ്രാശ്വവരുഷം, അതായത് ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവരുഷേ, ഇതിന്റെ അന്വയം ശ്രദ്ധിക്കണം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവരുഷേ, ഭദ്രാശ്വം എന്നു പേരായതും ഇളാവൃതം എന്ന ഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഭൂമിയുടെ മധ്യസ്ഥാനത്തായിട്ട് ഒത്ത നടുക്കായിട്ട് ഇളാവൃതത്തെ കാണിച്ചു തന്നു, ചിത്രം വരച്ചു തരുന്നത് പോലെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട്, ഇളാവൃത ഖണ്ഡത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഖണ്ഡം, ഒരു ഭൂവിഭാഗം, അതാണ് ഭദ്രാശ്വവരുഷം. ഭദ്രശ്രവോഭി ഋഷിഭി പരിണൂയമാനം, ഭദ്രശ്രവസ്സുകൾ എന്ന മഹർഷിമാരാൽ അസ്സലായിട്ട് സ്തുതിക്കപ്പെടുന്നവനായിട്ട്, കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം, കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം, നിഗൂഢങ്ങളായ മറവിൽപ്പെട്ട നിഗമങ്ങളെ, വേദങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അതായത് കൽപ്പാന്തകാലത്തില്, പ്രളയകാലത്തില് നിഗൂഢങ്ങളായി മറഞ്ഞു നിൽക്കപ്പെട്ട, അല്ലെങ്കിൽ മറവിൽപ്പെട്ട, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട വേദങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നിഗമങ്ങൾ, ഇവിടെ വേദങ്ങൾ എന്നാണ് അർത്ഥം, നിഗമങ്ങൾ, വേദങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാവീണ്യം കാട്ടിയവനായിട്ട്, മിടുക്ക് കാട്ടിയവനായിട്ട്, ഹയശീർഷതനും ദേവ
ഭവന്തം ധ്യായാമി. ഹയഗ്രീവമൂർത്തിയായ ഹേ ദേവ, അങ്ങയെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു. ഈ ഭദ്രമായ മംഗളമായ ശ്രവസ്, ഭദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മംഗളം. അതുകൊണ്ടാണ് ഭദ്രകാളിയുടെ കഥ നേരത്തെ സൂചിപ്പിച്ചപ്പോഴവിടെ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥം പറഞ്ഞു. ഭദ്രം കലേതി ഭദ്രകാളി. അപ്പോ ഭദ്രം മംഗളം. അപ്പോ മംഗളമായ ശ്രവസ്, ഭദ്രമായ ശ്രവസ്, കീർത്തിയുള്ളവർ, ഭദ്രശ്രവസ്സുകൾ എന്ന് ഇവിടെ അർത്ഥമെടുക്കാം. ഭദ്രശ്രവസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഋഷീശ്വരന്മാരാണ്, മഹർഷിമാരാണ്. ഇവിടെ ഈ ഭദ്രശ്രവസ്സുകള് ഇളാവൃതത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഖണ്ഡത്തിൽ ഭദ്രശ്രവസ്സുകൾ എന്ന മഹർഷിമാര് ഭംഗിയായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കൽപ്പാന്തകാലത്തിൽ, പ്രളയകാലത്ത് ഒളിപ്പിച്ച്, ഹയഗ്രീവനാൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട വേദത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഒരു ഹയശീർഷതനും ദേവ, ഹയഗ്രീവമൂർത്തിയായിട്ട് ഭഗവാൻ തന്നെ അവതരിച്ച് വേദത്തെ വീണ്ടെടുത്തു. അങ്ങനെയുള്ള ആ ഹയഗ്രീവമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഭദ്രശ്രവസ്സുകള് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. ഭദ്രാശ്വം എന്ന രണ്ടാമത്തെ ഈ ഭൂവിഭാഗത്തിൽ. ഇതാണ് ഇവിടെ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു തരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഇളാവൃതത്തിന് കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഭദ്രാശ്വം എന്ന രാജ്യത്ത് ഭദ്രശ്രവസ്സുകളായ ഋഷികളാൽ സ്തുതിക്കപ്പെടുന്നവനായിട്ട് പ്രളയകാലത്ത് കാണാതായ വേദങ്ങളുടെ ഉദ്ധാരണത്തിനു വേണ്ടി സമർത്ഥനായ ഹയഗ്രീവമൂർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം സമർപ്പിച്ചത്. നമുക്കും 2 തവണ ചൊല്ലി സമർപ്പിക്കാം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവപരിഷേ ഭദ്രശ്രവോഭിഋഷിഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ഭദ്രാശ്വനാമക ഇളാവൃതപൂർവപരിഷേ ഭദ്രശ്രവോഭിഋഷിഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. അടുത്ത ശ്ലോകം 3 ശ്രദ്ധയോടുകൂടി ചൊല്ലിക്കേൾക്കാം. ഒരുമിച്ച് ചൊല്ലാം. ആദ്യം കേൾക്കാം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ഇവിടെ മൂന്നാമത്തെ ഭൂവിഭാഗത്തില്, ഭൂഖണ്ഡത്തില് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നു എന്നാണ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കാം, അർത്ഥത്തെ പഠിക്കാം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ദക്ഷിണഗതേ ഹരിവർഷവർഷേ, ഇളാവൃതത്തിന്റെ തന്നെ
തെക്ക് ഭാഗത്തുള്ള ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ, ഹരിവർഷം എന്നാണ് ഈ മൂന്നാമത്തെ ഭൂഖണ്ഡത്തിന്റെ പേര്, ഇവിടെ പ്രഹ്ലാദമുഖ്യ പുരുഷൈഹി പരിസേവ്യമാണം, പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളാൽ നന്നായി സേവിക്കപ്പെടുന്നവനും ഉത്തുംഗ ശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം, അത്യുന്നതവും ശമഗുണപ്രധാനവും വെളുത്തതുമായ ആകൃതിയുള്ളവനും ശുദ്ധമായ നിർമ്മലമായ ഏകജ്ഞാനത്തെ, അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവൻ നരഹരിം ഭവന്തം ധ്യായാമി. ഭഗവാനെ, നരസിംഹമൂർത്തിയായ അവിടുത്തെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു. നരസിംഹത്തിന്റെ ശാന്ത ധവളാകൃതിത്വവും മറ്റും 25-ാം ദശകത്തില് നരസിംഹ അവതാര ഘട്ടത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമാവും. അതുകൊണ്ട് കൂടുതൽ ഇവിടെ വർണ്ണിച്ചില്ല. അതായത് ഹരിവർഷം എന്ന ഈ ഭൂഖണ്ഡത്തില് നരസിംഹമൂർത്തിയെ, ഉപാസ്യൻ നരസിംഹമൂർത്തിയാണ്, പ്രഹ്ലാദനും മറ്റും ഭജിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇളാവൃതം എന്ന ഭൂവിഭാഗത്തിന്റെ തെക്കുവശത്തായിട്ട് ഹരിവർഷം എന്ന രാജ്യം, ഈ രാജ്യത്ത് പ്രഹ്ലാദൻ തുടങ്ങിയ ഭഗവത് ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവനായിട്ട് അത്യുന്നതവും പ്രശാന്തവും ധവളവർണ്ണമാർന്നവനുമായ, അല്ലെങ്കിൽ ധവളവർണ്ണമാർന്നതുമായ ആകൃതിയോടുകൂടിയവനായിട്ട് ശുദ്ധ ദ്വൈതജ്ഞാനത്തെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവനായ നരസിംഹമൂർത്തിയായിട്ട് വാണരുളുന്ന ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ഇവിടെ സമർപ്പിക്കുന്നു. നമുക്കും 2 തവണ ചൊല്ലി ഗുരുവായൂരപ്പന്റെ പാദത്തിൽ സമർപ്പിക്കാം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യ പുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിസേവ്യമാണം ഉത്തുംഗ ശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. അടുത്ത ശ്ലോകം 4. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വം. ലളിതാത്മനി കേതുമാലേ പ്രതീചി വർഷേ ചന്തം തികഞ്ഞ വടിവുള്ളതും കേതുമാലം എന്നു പേരുള്ളതുമായ ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ്, നേരത്തെ കിഴക്ക് പറഞ്ഞു, തെക്ക് പറഞ്ഞു, അതിന് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ളതായ വർഷം. ആ വർഷത്തിൽ ലീലാവിശേഷ ലസിതസ്മിത
ശോഭനാംഗം, ലീലാ വിശേഷങ്ങളാലും തെളിഞ്ഞ പുഞ്ചിരിയാലും അഴകോടുകൂടിയിട്ടുള്ള ആകൃതിയുള്ളവനും ലക്ഷ്മ്യാ പ്രജാപതി സുതൈച നിഷേവ്യമാണം, ശ്രീ ഭഗവതിയും പ്രജാപതി സുതന്മാരും നന്നായി സേവിച്ചു പോരുന്നവനും തസ്യാ പ്രിയായ, ആ ശ്രീ ഭഗവതിയുടെ പ്രീതിക്കു വേണ്ടി ധൃതകാമതനും ത്വാം ഭജേ, കാമദേവനായിട്ട് അവതരിച്ചവനുമായ അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഇവിടെ കാമദേവ സ്വരൂപത്തിലുള്ള ഭഗവാനെ ഭജിക്കുന്നതായിട്ടാണ് പറയുന്നത്. 4-ാമത്തെ വർഷം കേതുമാലം എന്ന ഈ പുണ്യദേശത്തില് പ്രദ്യുമ്നൻ, അതായത് കാമദേവൻ പ്രദ്യുമ്നൻ, ഈ പ്രദ്യുമ്നൻ കാമദേവൻ തന്നെയാണ് പ്രദ്യുമ്നായിട്ട് അവതരിച്ചത്. ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് രുക്മിണി സ്വയംവരം 54-ാമത്തെ അധ്യായത്തില് അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 55-ാമത്തെ അധ്യായം കാമദേവന്റെ അതായത് ജന്മം തന്നെ വീണ്ടും പ്രദ്യുമ്നായിട്ട് കാമദേവൻ തന്നെ ശ്രീ പരമേശ്വരന്റെ കോപത്തിൽ ദഗ്ധനായ കാമദേവൻ വീണ്ടും ജനിക്കുന്നു പ്രദ്യുമ്നായിട്ട് എന്ന് പറയുന്നു. ശ്രീ ഭഗവതിയും മറ്റുമാണ് ഈ കാമദേവ സ്വരൂപത്തിലുള്ള പ്രദ്യുമ്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രദ്യുമ്നെയാണ് ഇവിടെ ഈ കേതുമാലത്തില് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രജാപതി സുതന്മാര് ബ്രഹ്മപുത്രന്മാരായ സനകാദികളാണ് എന്നും പറയുന്നുണ്ട്. ഇനി ശ്രീധരീയം എന്ന ഭാഗവതത്തിന്റെ യോഗ്യമായിട്ടുള്ള വ്യാഖ്യാനത്തില് പ്രജാപതി എന്ന സംവത്സരത്തിന്റെ അഭിമാനി ദേവതകളായ രാത്രി ദിവങ്ങൾ, രാപ്പകലുകളാണ് പ്രജാപതി സുതന്മാരെന്നും വ്യാഖ്യാനിച്ചു പറയുന്നുണ്ട്. ഏതായാലും സനകാദികളും രാപ്പകലുകളും ഒക്കെ ഒരുമിച്ച് ഈ പ്രദ്യുമ്ന സ്വരൂപത്തിലുള്ള കാമദേവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യദേശമാണ് 4-ാമത്തെ ഭൂവിഭാഗമായ കേതുമാലം എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി തരുന്നു. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ ചുരുക്കമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇളാവൃതത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ലളിത സുന്ദരമായിരിക്കുന്ന കേതുമാലം എന്ന ഭൂപ്രദേശത്ത് ലക്ഷ്മീ ദേവിയാലും പ്രജാപതി സുതന്മാരാലും സേവിക്കപ്പെടുന്നവനായിട്ട് ശ്രീ മഹാലക്ഷ്മിയുടെ പ്രിയത്തിനായിട്ട് വിവിധ ലീലകളാലും മനോഹരമായ പുഞ്ചിരിയാലും ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനായിട്ട് കാമദേവ സ്വരൂപം കൊണ്ടിരിക്കുന്ന അങ്ങയെ ഗുരുവായൂരപ്പ ഞാനിതാ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്ലോകവും നമുക്ക് സമർപ്പിക്കാം. 2 തവണ ഈ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാം. വരുഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ ലീലാവിശേഷ ലസിതസ്മിത ശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതി സുതൈശ്ച നിഷേവ്യമാണം തസ്യാ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. അടുത്ത ശ്ലോകം 5. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനംനി വർഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം ഭക്തൈകവത്സരമമത്സരഹൃത്സുബന്ധം
മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേഹ്യുദീചി ഖലു രമ്യകനാംനി വരുഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം ഭക്തൈകവത്സരമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഉദീജി ഖലു രമ്യേ ഹി രമ്യകനാംനി വരുഷേ. ഇളാവൃതത്തിന്റെ നേരെ വടക്ക് ഭാഗത്ത്, നേരെ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗത്തേക്കെത്തി. ഇളാവൃതത്തിന്റെ വടക്ക് ഭാഗത്തുള്ള രമണീയമായിട്ടുള്ള രമ്യകം എന്നു പേരുള്ളതായ ഭൂഖണ്ഡത്തിൽ ഉദീജി ഖലു രമ്യേഹി രമ്യകനാംനി വരുഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം. ആ രമ്യകവർഷത്തിന്റെ നാഥനായ മനുശ്രേഷ്ഠനാൽ വൈവസ്വത മനുവിനാൽ പൂജിക്കപ്പെടുന്നവനായിട്ട് ഭക്തൈകവത്സലം ഭക്തജനങ്ങളോടു വാത്സല്യമുള്ളവരിൽ മുഖ്യനായിട്ട് അമത്സരഹൃത്സുഭാന്തം നിർമത്സരന്മാരുടെ ഉള്ളിൽ, മത്സരബുദ്ധി ഇല്ലാത്തവരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായിട്ട് മത്സ്യാകൃതിം ഭുവനനാഥ ഭവന്തം ഭജേ. മത്സ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്നവനായ ജഗന്നാഥ, അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. രമ്യേ ഹ്യുദീചി, ഈ മത്സ്യമൂർത്തിയെയാണ് ഈ ഭൂവിഭാഗത്തില്, രമ്യകം എന്ന 5ാമത്തെ ഭൂവിഭാഗത്തില്, ഇതൊക്കെ ഒടുവിൽ ഒരിക്കൽ കൂടി ഒരു പട്ടികയായിട്ട് പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഇതൊരു പട്ടിക തന്നെ ഉണ്ട് ഇവിടെ പഠിക്കാൻ. അതായത് ഓരോ ഭൂവിഭാഗത്തിലും ഏതേത് ഭഗവാന്മാരെ, ഏതേത് മൂർത്തികള് എങ്ങനെയൊക്കെയാണ് ഉപാസിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊരു പട്ടികയുണ്ട്. ഇവിടെ പറയുന്നത് രമ്യകമെന്ന 5ാമത്തെ ഭൂവിഭാഗത്തില് മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ വൈവസ്വത മനു, സ്വയംഭൂമനു ഉണ്ടല്ലോ, വൈവസ്വത മനു, ആ മനു തന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉത്തരഭാഗത്ത് മനോഹരമായ രമ്യകം എന്ന ദേശത്തില് ആ രാജ്യത്തിന്റെ അധിപനായ വൈവസ്വത മനുവിനാൽ ആരാധിക്കപ്പെടുന്നവനും ലോകൈക നാഥനും ഭക്തവത്സലനും സമബുദ്ധികളായ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനുമായിട്ട് വസിക്കുന്ന മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകം 2 തവണ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വരുഷേ തദ്വർഷനാഥം അനുവര്യ സപര്യമാണം. ശ്രീഹരേ നാരായണ. ഭക്തൈകവത്സലമമത്സര ഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വരുഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം. ഭക്തൈകവത്സലം അമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വരുഷേ രമ്യേ ഹ്യുദീചി ഖലു രമ്യകനാംനി വരുഷേ തദ്വർഷനാഥമനുവര്യ സപര്യമാണം.
ഭക്തൈക വത്സലമമത്സരഹൃത്സുബന്ധം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. രമ്യേഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം. ഭക്തൈകവത്സലം അമത്സരഹൃത്സുബന്ധം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. അടുത്ത ശ്ലോകം 6. വരുഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. വരുഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠംഗം സംസേവതേ പിതൃഗണ പ്രവരോ അര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഔത്തരാഹം ഹിരണ്മയ സമാഹ്വയം വരുഷം ആസീനം. രമ്യകവർഷത്തിന്റെ തൊട്ടുവടക്ക് ഭാഗത്ത് ഉള്ളതും ഹിരണ്മയം എന്നു പേരുള്ളതുമായ വർഷത്തിൽ ഭൂവിഭാഗത്തിൽ ഭൂഖണ്ഡത്തിൽ ഉപവേശിക്കുന്നവനായിട്ട് ധൃതി കർമ്മഠ കാമഠാംഗം ധൃതി കർമ്മഠ കാമഠാംഗം മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കൂർമ്മ ശരീരമുള്ളവനായി അദ്രിധൃതി കർമ്മഠ കർമ്മഠാംഗം മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കൂർമ്മ ശരീരം ഉള്ളവനായി പിതൃഗണപ്രവര അര്യമായം സംസേവതേ തം ത്വാം. പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ് നന്നായിട്ട് സേവിക്കുന്നവനായ അങ്ങയെ പരചിന്മയാത്മൻ ഭഗവൻ ഭജാമി. പരമാർത്ഥ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഭൂവിഭാഗത്തില് ഇപ്പൊ നമ്മള് 5 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. 6ാമത്തേതാണ് ഹിരണ്മയം എന്ന ഭൂവിഭാഗം. ഹിരണ്മയം എന്നാണ് ഇതിന്റെ പേര്. ഈ ഹിരണ്മയം എന്ന ഭൂവിഭാഗത്തില് കൂർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അര്യമാവ് അര്യമാവ് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു, മുതലായവര് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഇവിടെ പ്രത്യേകിച്ചും നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല. ഓരോ ഭൂഖണ്ഡത്തിലുമുള്ള ഉപാസനയാണ്. അല്ലയോ വിശുദ്ധ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ രമ്യക വർഷത്തിന് വടക്ക് ഭാഗത്തായിട്ട് ഹിരണ്മയം എന്ന പേരില് സ്ഥിതി ചെയ്യുന്ന ഖണ്ഡത്തില് സ്ഥിതി ചെയ്യുന്നവരും അമൃത മഥന സമയത്ത് മന്ദരപർവ്വതത്തിന്റെ ഉദ്ധാരണത്തിന് ഉപയോഗിച്ച കൂർമ്മ ശരീരത്തോടുകൂടിയവനുമായ യാതൊരു ഭഗവാനെ പിതൃക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന അര്യമാവ് യഥാവിധി സേവിക്കുന്നുവോ ആ കൂർമ്മസ്വരൂപിയായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ശ്ലോകം 2 തവണ ചൊല്ലിക്കൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ആ ശ്ലോകം 6. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹമാസീനം അദ്രിധൃതി കർമ്മഠ കർമ്മഠാംഗം
സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. വരിഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹമാസീനം അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം സംസേവതേ പിതൃഗണ പ്രവരോ അര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഈ വിശേഷപ്പെട്ട 21-ാം ദശകത്തില് 12 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ പകുതി ഭാഗമാണ് ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. 6 ശ്ലോകങ്ങൾ, ഓരോന്നും വിശേഷപ്പെട്ടതാണ്. ഇവിടെ 9 വർഷങ്ങളും ജംബൂദ്വീപിലുള്ളതാണ് പറയുന്നത്. ജംബൂദ്വീപ് എന്ന ഏറ്റവും വലിയ വൻകര, ഇന്ന് ഏഷ്യാ വൻകര എന്നറിയപ്പെടുന്ന ഈ ജംബൂദ്വീപിലുള്ള 9 ഭൂവിഭാഗങ്ങൾ, അതേക്കുറിച്ചാണ് ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അവയുടെ പേരുകളിൽ 6 നമ്മൾ പഠിച്ചത്. ഇളാവൃതം, ഭദ്രാശ്വം, ഹരിവർഷം, കേതുമാലം, രമ്യകം, ഹിരണ്മയം. ഇനി അടുത്ത 3 ഭൂവിഭാഗങ്ങൾ ഏതാണെന്നും പിന്നീട് മറ്റുള്ള 6 വൻകരകൾ ഏതാണെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദശകത്തിൽ അടുത്തതായിട്ട് നമ്മൾ അടുത്ത പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. അതുവരെ ഇത് പലതവണ കേട്ട് ആവർത്തിച്ച് ചൊല്ലി പഠിക്കുക. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണാകാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീഹരേ നാരായണ. ഹരി ഓം തത്സൽ. എല്ലാവർക്കും നമസ്കാരം.